ദിവസവും 5 നേരം ഒരു ദേശം മുഴുവൻ കേൾക്കത്തക്ക രീതിയിൽ ഉച്ചത്തിൽ വിളിക്കുന്ന ബാങ്കിനെ വ്യാഴാഴ്ചകളും വെള്ളിയാഴ്ചകളിലും രാത്രിയും പകലും കാതടപ്പിക്കുന്ന തരത്തിലുള്ള മതപ്രഭാഷണങ്ങളെ, അതിലേറെ കാഫിറിനെ, ബഹുദൈവ ആരാധകരെ ഉന്മൂലനം ചെയ്യാനുള്ള ആഹ്വാനങ്ങളുള്ളതിനെ ഇവിടുത്തെ ഒരു ഹിന്ദുവും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. എന്നിട്ടും ക്ഷേത്രങ്ങളിലെ അതിരാവിലത്തെ ഭക്തിഗാനത്തെ ലീഗ് എതിർക്കുന്നത് മതേതരത്തിന് ഒട്ടും ചേരാത്ത പ്രവൃത്തിയായിട്ടും അതിനെ വിമർശിക്കാൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇതുവരെ തയ്യാറാകാത്തത് കാരണം ഹിന്ദുവിന് അവർ ഇരുകൂട്ടരും ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നത് തന്നെയാണ്. ലോകത്ത് മറ്റൊരു രാജ്യത്തേക്കും ഓടിപ്പോകാൻ ഹിന്ദുവിനാകില്ല. കാരണം നിങ്ങളെ ഉൾക്കൊള്ളത്തക്ക തരത്തിൽ നാനാത്വത്തിൽ ഏകത്വമെന്ന സുന്ദര രാജ്യം വേറെയില്ല. മലയാള ഭാഷയുടെ പിതാവും ആധ്യാത്മിക രാമായണം കിളിപ്പാട്ടിന്റെ രചയിതാവുമായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ഒരു സ്മാരകം നിർമ്മിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കേരളം ചർച്ച ചെയ്യേണ്ടി വന്നത് നിർഭാഗ്യകരമാണ്. തിരൂരിലെ തുഞ്ചൻ പറമ്പിലോ പരിസരത്തോ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കുവാനുള്ള ചർച്ചകൾ ഉയർന്നപ്പോൾ മതേതരത്വം എന്ന മറപിടിച്ച് ചിലർ അതിനെതിരെ രംഗത്തെത്തിയത് നാം കണ്ടു. എഴുത്തച്ഛൻ ഒരു മത നേതാവല്ല, മറിച്ച് മലയാളിയുടെ അക്ഷര ദൈവമാണ്. ഭാഷയുടെ പിതാവിന് ഒരു സ്മാരകം പണിയുന്നത് എങ്ങനെയാണ് മതേതരത്വത്തിന് വിരുദ്ധമാകുന്നത്? സാംസ്കാരിക ചിഹ്നങ്ങളെ വർഗീയമായി മുദ്രകുത്തുന്ന പ്രവണത യഥാർത്ഥ മതേതരത്വമല്ല, മറിച്ച് സാംസ്കാരികമായ അധിനിവേശമാണ്. ഒരു സമൂഹത്തിന്റെ പൈതൃകത്തെ സ്മരിക്കാൻ ഭയപ്പെടേണ്ടി വരുന്നത് സാംസ്കാരിക അടിമത്തത്തിന്റെ ലക്ഷണങ്ങളാണ്. കേരളത്തിലെ മതേതർ എന്നവകാശപ്പെടുന്ന ഹിന്ദുക്കൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന വംശഹത്യയുടെ ഭാരതത്തിലെ തുടക്കം കേരളത്തിൽ നിന്നാവാൻ അത് കാരണമാവും. അതിഥി ദേവോ ഭവ എന്നതും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നതും നിലനിൽക്കട്ടെ. വിവേകത്തോടെയുള്ള ചിന്തകൾ, തീരുമാനങ്ങൾ ഭാരതത്തിന് മുതൽക്കൂട്ടാകട്ടെ. നേരും നെറിയുമുള്ള തീരുമാനങ്ങളിലേക്ക് ആശംസകൾ. ഏവർക്കും നന്മകളുണ്ടാവട്ടെ.